ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ലോഗ് കണ്ടാലോ? രാവിലെ കുർബാനയും കഴിഞ്ഞ് ഞാനും അപ്പു നേരെ ഉപ്പുതറയ്ക്ക് വെച്ച് പിടിച്ചു. പപ്പയും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് നേരെ ചെന്ന് നാരങ്ങ വെള്ളവും കട്ട്ലറ്റും കഴിച്ചു. ഞായറാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുമിച്ചുള്ളൊരു ചായ കുടി. ഇത് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ നല്ല വെയിൽ കാരണം ചെടിയൊക്കെ വാടിക്കരിഞ്ഞ് നിൽക്കുക. പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും ആന്റിയുടെ വീട്ടിൽ പോകാന്നുള്ള തീരുമാനത്തിലെത്തി. ഞായറാഴ്ചകളിൽ എവിടെയെങ്കിലും പോകുന്നത് വളരെ റെയർ ആയിട്ടാണ്. കാരണം അപ്പു ഞായറാഴ്ച ഭയങ്കര ബിസി ആയിരിക്കും. അവനുണ്ടേലേ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുള്ളൂ. പണ്ടൊക്കെ ഇങ്ങോട്ട് പോകാന്നുള്ളതൊരു ആഘോഷമായിരുന്നു. അവധി ആകുമ്പോഴേ ഇറങ്ങും. അറിയിക്കാതുള്ള ഒരു പോക്കായതുകൊണ്ട് തന്നെ ആന്റിയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഇനി ഒരാളും കൂടി ഉണ്ടേ. ഇവിടെ പോകുന്നതിന്റെ പ്രധാന ലക്ഷ്യമേ ഇവളെ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ കണ്ടതിന്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. വലിയ എക്സ്പ്രഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ എടുപ്പിച്ചു. കാര്യം പറഞ്ഞ എൻ്റെ അനിയത്തിയാണെങ്കിലും എനിക്ക് പല ഉപദേശങ്ങളിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നത് ഇവളാണ്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ ഉണ്ടായ സ്ട്രോബെറിയും പറിച്ചു തിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പോരുന്ന വഴി കണ്ടതാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ മൊത്തം വെള്ളം കയറി കിടക്കുമായിരുന്നു. ഇപ്പൊ തന്നെ നല്ല വ്യൂ. വെള്ളിലാങ്കണ്ട മൺപാലമാണ് ആ കാണുന്നത്. ഇപ്പൊ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കുഴൽപ്പാലം ഒന്ന് അടുത്ത് പോയി കാണണമെന്ന് ഓർത്തതാ. പക്ഷെ മഴത്തുള്ളികൾ ചെറുതായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ നിർത്തിയില്ല. മേരുകളൊക്കെ എത്തിയപ്പോൾ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്ന കണ്ടു. അപ്പൊ അവിടെ മഴ പെയ്തെന്ന് മനസ്സിലായി. ഉപ്പുതറ പാലത്തിൽ നിന്ന് കണ്ട കാഴ്ചയാണ്. ഒരു മരം നിറയെ കൊക്കുകൾ വന്നിരിക്കുക. കണ്ടാൽ വെള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുവാന്നേ തോന്നുള്ളൂ. അവിടുന്ന് നേരെ ആഷിക മിസ്സിന്റെ വീട്ടിൽ ചെന്നു. ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന കാര്യമല്ല, പക്ഷെ അവിടെ പേരയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞു പോയതാ. പേരയ്ക്ക് എന്നും ഒരു വീക്ക്നെസ്സാ. അപ്പൊ ഓക്കെ, ബൈ.